എത്താം അനുമോദ്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വരാം. പ്രധാനമന്ത്രി ന്യൂസ് 18 മാത്രം ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പ് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി അദ്ദേഹം ക്ഷേത്ര നടയ്ക്കകത്തേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ, ന്യൂസ് 18 മാത്രമുള്ള ദൃശ്യങ്ങൾ. നമുക്കറിയുന്നത് പോലെ തന്നെ മാധ്യമ പ്രവർത്തകർക്ക് കനത്ത സുരക്ഷാ निर्देशों जो केरल के त्रिशूल में स्थापित है। तो ये प्रधानमंत्री नरेंद्र मोदी की तस्वीरें, जहां പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ, അദ്ദേഹം തൊഴുതുകൊണ്ട് ഉള്ളിലെ നടയിലേക്ക് കടന്നുപോകുന്ന ദൃശ്യങ്ങൾ, അദ്ദേഹം പ്രദക്ഷിണം വെക്കുന്ന ദൃശ്യങ്ങൾ കൂടി കാണുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം കേരളീയ വേഷത്തിൽ കൂടിയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് എന്ന് തോന്നുന്ന വെള്ള വസ്ത്രത്തിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഒരു ഷോളും അദ്ദേഹം ധരിച്ചിരിക്കുന്നു. അതിനൊപ്പം തന്നെ തൊഴുകുന്ന ദൃശ്യങ്ങൾ, അദ്ദേഹം പ്രദക്ഷിണം വെക്കുന്ന ദൃശ്യങ്ങൾ, അതിനുശേഷം അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര നടയിലേക്ക്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. വളരെ കുറച്ചു പേരാണ്, അദ്ദേഹത്തിന്റെ അംഗരക്ഷകരായിട്ടുള്ള കുറച്ചുപേർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. അതല്ലാതെ തന്നെ 10 പേർക്ക് മാത്രമാണ് ക്ഷേത്രത്തിനകത്ത് തുടരാനുള്ള അനുമതി ഉള്ളത്. അദ്ദേഹത്തിന്റെ ദർശന സമയത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങൾ, ന്യൂസ് 18 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്ര ദർശനം നടത്തുകയും അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര പ്രദക്ഷിണം വെക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഉള്ളിലെ നടയിലേക്ക് അദ്ദേഹം കടന്നു പോകുന്നത്, അദ്ദേഹം കൊടിമരത്തിന് മുന്നിലെത്തി നമസ്കാരം ചെയ്യുന്ന ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിരിക്കുന്നു. അദ്ദേഹം തൊഴുതുകൊണ്ട് പ്രദക്ഷിണം വെച്ചുകൊണ്ട് അകത്തെ നടയിലേക്ക് കയറിപ്പോകുന്ന 20 മിനിറ്റോളം അദ്ദേഹത്തിന് ദർശനം ഉണ്ടാകുമെന്നുള്ളതാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ വന്നപ്പോൾ താമര കൊണ്ട് തുലാഭാരം നടത്തിയിരുന്നു. 2002 തവണ അദ്ദേഹം എത്തിയത്. അദ്ദേഹം 3ാമത്തെ തവണയാണ് ഗുരുവായൂർ സന്ദർശനം നടത്തുന്നത്. ഗുരുവായൂർ ദർശനം നടത്തുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ഗുരുവായൂരിലെത്തിയതാണ്. പിന്നീട് അദ്ദേഹം എത്തിയത് 2019 2ാം വട്ടം പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യത്തെ അദ്ദേഹത്തിന്റെ സന്ദർശന പരിപാടികൾ ഒന്ന് ഗുരുവായൂർ ദർശനമായിരുന്നു. അന്ന് അദ്ദേഹം താമര കൊണ്ടുള്ള തുലാഭാരം വഴിപാട്, ഏറെ പ്രശസ്തമായിട്ടുള്ള വഴിപാട് കൂടിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം തുലാഭാരം വഴിപാട്. അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് താമര കൊണ്ടുള്ള വഴിപാട് തന്നെയാണ്. അത് അദ്ദേഹം നടത്തിയിരുന്നു. ഇത്തവണ വഴിപാടുകൾ അദ്ദേഹം ചെയ്യുമോ എന്നുള്ള കാര്യം പുറത്ത് വ്യക്തമായിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ